ഗുജറാത്ത് രാജ്കോട്ടിലെ ഗെയിംസ് കേന്ദ്രത്തിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ചവരുടെ എണ്ണം 32ആയി. മരിച്ചതിൽ 12 പേർ കുട്ടികളാണ്. വൻതോതിൽ പെട്രോളും ഡീസലും ശേഖരിച്ചു വെച്ചതാണ് തീ ആളിക്കത്താൻ കാരണം എന്നതാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വിവരം. ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ സ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. ഗുജറാത്തിലെ രാജ്കോട്ടിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി ശ്രീനാഥ് ചന്ദ്രൻ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീനാഥ്, ഇതിൽ എന്താണ് യഥാർത്ഥത്തിൽ ഈ ഗെയിംസ് കേന്ദ്രത്തിലെ തീപിടുത്തത്തിന്റെ കാരണം എന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? 32 പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ടല്ലോ. 12 പേർ കുട്ടികളാണ്. ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നവരുടെയൊക്കെ ആരോഗ്യനില എങ്ങനെയാണ്? ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് ശ്രീനാഥ്? ഗോപികൃഷ്ണൻ, ഈ അപകടവുമായി ബന്ധപ്പെട്ട അതിന്റെ കാരണങ്ങളിലേക്ക് വന്നാൽ പ്രാഥമികമായി ഉണ്ടായ ഒരു നിഗമനം AC-യിൽ പൊട്ടിത്തെറിയുണ്ടായി, അത് പിന്നീട് അഗ്നിബാധയിലേക്ക് പോയി എന്നതാണ്. എന്നാൽ പോലും ഇത്ര വലിയൊരു തീപിടുത്തമായി ഇതാകെ ഈ കേന്ദ്രമാകെ ഈ വിധം കത്തി നശിക്കാൻ അതെന്താണ് കാരണമെന്ന് അന്വേഷിച്ചു പോയാലാണ് ഇവിടെ വലിയ തോതിൽ ഇന്ധനം സംഭരിച്ചു വെച്ചിരുന്നു എന്ന് മനസ്സിലാവുക. 2000 ലിറ്ററോളം ഡീസൽ അത് ജനറേറ്ററുകൾ പ്രവർത്തിപ്പിക്കാൻ വേണ്ടി ശേഖരിച്ചു വെച്ചിരുന്നു. അതോടൊപ്പം 1500 ലിറ്റർ പെട്രോൾ അത് ഈ ഗോ കാർട്ടിംഗ്, അതായത് ചെറിയ കാർ റേസിങ്ങും മറ്റും നടത്തുന്നുണ്ട്, അതിലൊഴിക്കാൻ വേണ്ടി ആ കാറുകളിൽ നിറയ്ക്കാൻ വേണ്ടി ആ തരത്തിൽ പെട്രോളും വലിയ തോതിൽ സംഭരിച്ചിരുന്നു. ഇതാണ് ഈ വലിയ തീപിടുത്തത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിച്ചത് എന്നതാണ് ഇപ്പോൾ തെളിഞ്ഞു വരുന്ന കാര്യം. അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെ ഒരു സ്ഥാപനം ഈ സൗരാഷ്ട്ര മേഖലയിൽ തന്നെ ഏറ്റവും വലിയ ഗെയിം സോണാണ് ഇത്. ഇങ്ങനെ ഒരു സ്ഥാപനം ഇവിടെ പ്രവർത്തിക്കുമ്പോൾ അതിന് യാതൊരു അനുമതിയും ഉണ്ടായിരുന്നില്ല എന്ന് അതുമായി ബന്ധപ്പെട്ട അധികാരികൾ തന്നെ ലജ്ജയില്ലാതെ പറയുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. ഇപ്പോൾ മേയറുടെ പ്രതികരണം കഴിഞ്ഞ ദിവസം രാത്രിയോടെ വന്നത് കോർപ്പറേഷന്റെ ഒരു NOC ഇതിനുണ്ടായിരുന്നില്ല എന്നതാണ്. അതായത് 2021 മുതൽ ഈ സ്ഥാപനം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഫയർ ഫൈറ്റിങ്ങുമായി ബന്ധപ്പെട്ട് അഗ്നി രക്ഷാ സേനയുമായി ബന്ധപ്പെട്ട് അവർ നൽകേണ്ട NOC അതും ഇവിടെ ഇല്ല. ഇവിടെ അത്തരത്തിൽ ഒരു സൗകര്യം ചെയ്തു വെച്ചിട്ടില്ല. ഇപ്പോൾ ഇവിടെ പരിശോധിക്കുമ്പോൾ സാധാരണ ഓഫീസുകളിലും മറ്റും കാണുന്ന ഫയർ ഫൈറ്റിങ്ങുമായി ബന്ധപ്പെട്ട ഒരു പൈപ്പ് അവിടെ കാണാം. പക്ഷേ അത് പ്രവർത്തന സജ്ജമായിരുന്നില്ല, അതിൻ്റെ പ്രവർത്തനം ഉണ്ടായിരുന്നില്ല. ഫയർ ഫൈറ്റിങ്ങുമായി ബന്ധപ്പെട്ട ചില ഉപകരണങ്ങൾ വാങ്ങി വെച്ചിട്ടുണ്ട്, അത് അതേപടി പാക്കറ്റിൽ ആക്കി വെച്ചതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അതായത് യാതൊരു തരത്തിലുള്ള ഒരു സുരക്ഷാ സംവിധാനവും ഇവിടെ ഉണ്ടായിരുന്നില്ല. അതോടൊപ്പം തന്നെ ഇവിടെ ഈ സെൻറ്ററിനകത്തേക്ക് വരാനും പുറത്തേക്ക് പോകാനും ചെറിയൊരു വഴി മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് ഈ തീപിടുത്തം ഉണ്ടായപ്പോൾ ആളുകൾക്കെല്ലാം കൂടി രക്ഷപ്പെടാനുള്ള സൗകര്യം അവിടെ ഉണ്ടാവുകയും ചെയ്തില്ല. മാത്രമല്ല 100 രൂപ ടിക്കറ്റ് 99 രൂപയുടെ പ്രത്യേക നിരക്കായിരുന്നു ഇന്നലെ ശനിയാഴ്ച പ്രമാണിച്ച് ഈ ശനി ഞായർ ദിവസങ്ങൾ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ആ ദിവസങ്ങളിൽ നിരവധി പേർ ഇവിടെ കൂട്ടമായി എത്തി ആഘോഷിക്കാൻ വേണ്ടി, കുട്ടികളുടെ ഉല്ലാസത്തിനും മറ്റുമായി രക്ഷിതാക്കൾ അവരുമായൊക്കെ എത്തി. അവധി സമയമാണ്, സ്വാഭാവികമായും ഈ തരത്തിൽ കറങ്ങാനൊക്കെ പോകുന്നുണ്ട്. മക്കളുമായി എത്തി സന്തോഷിക്കാൻ വേണ്ടിയാണ് ഇത്തരം ഒരു കേന്ദ്രത്തിലേക്കും അവർ എത്തുന്നത്. പക്ഷേ ഇവിടെ തീപിടുത്തമുണ്ടായപ്പോൾ അവരെ രക്ഷിക്കാൻ ആർക്കും കഴിയാതെ പോയി. അതുകൊണ്ടാണ് ഈ മരണസംഖ്യ ഇപ്പോൾ 32-ൽ എത്തി നിൽക്കുന്നത്. ഇതിൽ സ്ത്രീകൾ എത്ര, പുരുഷന്മാർ എത്ര, കുട്ടികൾ എത്ര എന്ന കാര്യത്തിലൊന്നും തന്നെ ഇപ്പോഴും വ്യക്തതയില്ല. 12 കുട്ടികൾ എന്നത് ഔദ്യോഗികമായി ഇന്നലെ നൽകിയ കണക്കാണ്. ഒരുപക്ഷെ ഈ സംഖ്യ ഇനിയും കൂടാനുള്ള സാധ്യതയുണ്ട്. അതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം ഈ മൃതദേഹങ്ങൾ പലതും കത്തിക്കരിഞ്ഞ അവസ്ഥയിലാണ്. അപ്പോൾ അത് തിരിച്ചറിയേണ്ടത് DNA പരിശോധന നടത്തിയും മറ്റുമാണ്. ഇപ്പോൾ ഗാന്ധിനഗറിലേക്ക് DNA സാമ്പിളുകൾ കൊണ്ടുപോയി അവിടെ പരിശോധന നടത്തി 48 മണിക്കൂറിനകം പരിശോധന ഫലം കിട്ടിയതിനു ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കാനാണ് ആലോചന. നാഷണൽ ഫോറൻസിക് സയൻസസിൽ ഈ DNA പരിശോധന നടത്താനുള്ള സജ്ജീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒപ്പം മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ വിവരങ്ങൾ നൽകുന്നത് രാജ്കോട്ടിൽ നിന്നാണ്. രാജ്കോട്ടിലെ ഗെയിംസ് കേന്ദ്രത്തിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ചവരുടെ എണ്ണം 32 ആയിരിക്കുന്നു. മരിച്ചതിൽ 12 പേർ കുട്ടികളാണ്. വൻതോതിൽ പെട്രോളും ഡീസലും ശേഖരിച്ചു വെച്ചു എന്നതാണ് തീ ആളിക്കത്താനുള്ള കാരണം എന്നാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ സ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. രാജ്കോട്ടിൽ നിന്നുള്ള ശ്രീനാഥിന്റെ റിപ്പോർട്ടാണ് നമ്മളിപ്പോൾ കണ്ടത്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.